ആ ദിതിയുടെ ഗർഭത്തിലുണ്ടായ ഭ്രൂണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടി ഒരു പുത്രൻ വേണം എന്ന് ഭർത്താവായ കശ്യപ പ്രജാപതിയോട് അസുരമാതാവായ ദിതി ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു കുഞ്ഞ് അവരുടെ ഗർഭകോശത്തിൽ രൂപപ്പെട്ടു. അതിനെ തുടർന്ന് ദിതിക്ക് അശുചിത്വം സംഭവിച്ചു. അവരുടെ പവിത്രത നഷ്ടപ്പെട്ടു. ഈ ഗർഭിണിയാവുക, അതുപോലെ പ്രസവിക്കുക, ഇതൊക്കെ നമ്മൾ വാലായ്മ എന്നൊക്കെ പറയത്തില്ല. അതൊക്കെ സാധാരണ പ്രസവിച്ച് കഴിയുമ്പോഴാണ്. മരിച്ചാലും തീട്ട്, കുഞ്ഞ് ജനിച്ചാലും തീട്ട്. ഈ ശരീരം വെച്ചോണ്ടിരിക്കുന്ന കാലം മുഴുവൻ തീട്ടാണ്. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ, ഈ ശരീരം എന്നുള്ളത് അത്ര അഭികാമ്യമായ ഒന്നല്ല. കാരണം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ വാലായ്മ എന്ന് പറയും. അമ്പലത്തിൽ പോകാൻ പാടില്ല, മറ്റ് പൊതുസ്ഥലങ്ങളിലൊന്നും പോകാൻ പാടില്ല, മറ്റുള്ളവരുമായിട്ട് സഹവസിക്കാൻ പാടില്ല എന്ന്. അതുപോലെ മരണ വീട്ടിലും വീട്ടിൽ ആൾ മരിച്ചാലും ആരും അമ്പലത്തിലോ മറ്റു ആളുകളുമായിട്ടോ ഒന്നും പോകാറില്ല. ഇത് ഈ ആചാരങ്ങളൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു തീട്ടോ ഒന്നും നമുക്ക് സംഭവിക്കുന്നില്ല. ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയതിൻ്റെ പുറകിലുള്ള ഉദ്ദേശ്യം, മിക്കവാറും നമ്മുടെ ഒരു വീട്ടിലെ ഒരു കുടുംബാംഗം മരിച്ചു പോയി കഴിഞ്ഞാൽ പൊതുവെ ആ കുടുംബത്തിലുള്ളവർക്ക് ദുഃഖമുണ്ടാകും എന്നുള്ളതാണ് ശാസ്ത്രങ്ങളുടെ നിഗമനം. പൊട്ടിച്ചിരിച്ച് ആഹ്ലാദിച്ച് ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്, അവരെക്കുറിച്ചല്ല പറയുന്നത്. സാധാരണ ഒരു കുടുംബാംഗം മരിച്ചു പോയാൽ ആ കുടുംബത്തിലുള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാവുക. ആ സമയത്ത് നിങ്ങൾ പുറത്തു പോകരുത്, മറ്റുള്ളവരും ആ വീട്ടിലേക്ക് കയറി ചെല്ലരുത്. അനുശോചനം അറിയിക്കാൻ വേണ്ടി പോകുന്നതിൽ തെറ്റില്ല. പക്ഷേ അങ്ങനെ വീട്ടിൽ അനുശോചനം അറിയിക്കാൻ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുളിച്ചിട്ടേ സ്വന്തം വീട്ടിൽ കയറാവൂ. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സ്വസ്ഥരായി ഇരുന്ന് ആ ദുഃഖത്തെ തരണം ചെയ്യാൻ വേണ്ടിയുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ ഉദ്ദേശം. ശരീരത്തെ കുറിച്ച് ചിന്തിച്ചാൽ ആ സമയത്ത് നമുക്ക് അശുചിത്വം സംഭവിക്കുന്നു. അപ്പം നമ്മുടെ മനസ്സ് മലിനമാകുന്നു. ശരീരത്തിലല്ല മാലിന്യം, ഞാൻ ശരീരമാണ്, എനിക്ക് ശരീരമുണ്ട് തുടങ്ങിയ ശരീര സംബന്ധികളായ ചിന്തകൾ കൊണ്ട് മനസ്സ് അശുദ്ധമാകുന്നു. അപ്പോൾ പല നിയമങ്ങളും സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സഹായിക്കുന്ന നിയമങ്ങളാണ്. അതിനെയൊക്കെ നമ്മൾ ആചാര അനുഷ്ഠാനം ഇങ്ങനെയൊക്കെ ഓരോ പേര് പറഞ്ഞ് വിളിക്കുന്നു. അതിലൊന്നും അർത്ഥമില്ല. അതൊക്കെ ബുദ്ധിയില്ലാത്ത നമ്മുടെ പൂർവികന്മാർ ഉണ്ടാക്കി വെച്ച നിയമങ്ങളാണ് എന്നൊക്കെ പുച്ഛിച്ച് തള്ളുന്നവരെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. അവരുടെ കാഴ്ചപ്പാട് അവരുടെ അടുക്കലിരിക്കട്ടെ, അത് ഇങ്ങോട്ട് വിളമ്പണ്ട. നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ പക്കലിരുന്നോട്ടെ. ശാസ്ത്രങ്ങളാണ് അന്തിമമായ പ്രമാണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ദിതി എന്നുണ്ടല്ലോ, ദിതി ഇന്ദ്രനെ കൊല്ലാൻ സാമർഥ്യമുള്ള ഒരു മകൻ തൻ്റെ ഗർഭത്തിൽ ധരിച്ചിട്ട് അതുകൊണ്ട് അവർക്ക് ഒരു തരത്തിലുള്ള മാലിന്യം സംഭവിച്ച് അവർ ഉറങ്ങാൻ ആരംഭിച്ചു. ഈ ഉറങ്ങാൻ ആരംഭിച്ചു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞേയില്ല. അവർ കിടന്നുറങ്ങി, അശുചിത്വത്തോടു കൂടി കിടന്നുറങ്ങി. അങ്ങനെയുള്ള സുപ്തായാ ദിതേരേകജീവൈക ശരീരകസ്യ ഗർഭസ്യ ഇന്ദ്രേണ പ്രഥമം. അങ്ങനെയുള്ള ഉറങ്ങിക്കിടക്കുന്ന ദിതിയുടെ ഗർഭകോശത്തിൽ ഇന്ദ്രൻ പ്രവേശിച്ച് ആ ഭ്രൂണത്തെ 7 വിഭജിച്ചു. അവിടെ നിന്നുള്ള കഥ നമ്മൾ വായിച്ചതാണ്. അപ്പോൾ അതൊരെണ്ണം. പിന്നെ വേറൊരു കാര്യം, ഈ അനേകം ജീവന്മാർ സമ്മേളിക്കുമ്പോൾ ഓരോ ജീവൻ്റെയും വാസനകൾക്ക് എന്ത് സംഭവിക്കുന്നു? ആ വാസനകൾ നഷ്ടമാകുമോ, അല്ലെങ്കിൽ അത് തുടർന്ന് നിലനിൽക്കുമോ? നച ബഹൂനാം മേളനേ നൈകജീവാരംഭേ. അനേകം ജീവന്മാർ ചേർന്ന് ഒരു ജീവനായി മാറുമ്പോൾ അത് പല ജീവന്മാരുടെ സമാഹാരമാണ്. അതൊരു പുതിയ ജീവനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഒരു പുതിയ ജീവൻ ഉണ്ടാകുമ്പോൾ തസ്യ അഭിനവസ്യ കർമാഭാവാത്, ആ അഭിനവ ജീവന് എന്ന് പറഞ്ഞാൽ പുതിയതായി രൂപപ്പെട്ട ജീവന്
ആ ജീവൻ ചെയ്ത കർമ്മമൊന്നുമില്ല. കാരണം അതൊരു പുതിയ ആയതുകൊണ്ട് അതിന് പൂർവ്വകർമ്മങ്ങളില്ല. പൂർവ്വകർമ്മങ്ങളില്ല എന്ന് പറഞ്ഞാൽ വാസനകളില്ല. വാസനകളില്ലെങ്കിൽ സംസാര ബന്ധവും ഉണ്ടാവാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയല്ല. പുതിയ ജീവൻ ഉണ്ടാകുമ്പോൾ അതിന് കർമ്മം അല്ലെങ്കിൽ വാസനകൾ, പൂർവ്വകർമ്മമോ പൂർവ്വവാസനയോ ഇല്ലാത്തത് കൊണ്ട് അതിന് സംസാര ബന്ധം ഉണ്ടാവാൻ പറ്റില്ല. ഇതാണ് യുക്തി. പക്ഷേ അങ്ങനെയല്ല. അനേകം ജീവന്മാർ സമ്മേളിക്കുമ്പോൾ ഒറ്റ ജീവനായി മാറുന്നു. ആ ജീവൻ്റെ വാസന ഈ ഘടകങ്ങളായി നിലനിന്നിരുന്ന ജീവന്മാരുടെ വാസനകളുടെ സമാഹാരമായിരിക്കും. അതായത് വാസനകൾ അങ്ങനെ നശിക്കില്ല. അത്ര പെട്ടെന്നൊന്നും ഈ വാസനാനാശം സംഭവിക്കില്ല. അനേകം ജീവന്മാർ ഒത്തുചേർന്നാൽ ഓരോ ജീവൻ്റെയും വാസനകൾ ചേർന്ന് ഈ പുതിയതായി രൂപപ്പെട്ട ജീവനിൽ തങ്ങി നിൽക്കും. ആരംഭവാദേന അഭിനവ ജീവോത്പത്തി അനഭ്യുപഗമാത്. 4 ജീവന്മാരോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജീവന്മാരോ ചേർന്ന് പുതിയ ഒരു ജീവൻ ഉണ്ടാകുമ്പോൾ അവിടെ അഭിനവ ജീവൻ ഉണ്ടാകുന്നില്ല. വാസ്തവത്തിൽ പുതിയ ഒരു ജീവനല്ല, 4ഉം കൂടെ ചേർന്ന് ഒന്നായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ജീവൻ അവിടെ ഉണ്ടാകാത്തത് കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ജീവന്മാരുടെ കാമകർമ്മ വാസനകൾ ഈ 4 അതിൽ കൂടുതലോ ജീവന്മാർ ചേർന്ന് പുതിയ ജീവൻ ഉണ്ടാകുമ്പോൾ ആ ജീവനിൽ തങ്ങി നിൽക്കും, ബാക്കിയുണ്ടാവും. ഇത്രയുമാണ് ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാൻ ശ്രമിച്ച പോയിന്റുകൾ. ഇനി നമുക്ക് ഈ വ്യാഖ്യാനത്തിൻ്റെ തുടർന്നുള്ള ഭാഗം കാണാം. വ്യഷ്ടിജീവാനാം മുക്താവപി സമഷ്ടി ഹിരണ്യഗർഭജീവസ്യ അധികാരാന്തേ മുക്തിവതുപപത്തേഹ. സമഷ്ടി ജീവൻ്റെ അംശങ്ങളാണ് വ്യഷ്ടിജീവന്മാർ എന്ന് പറഞ്ഞു. ആ വ്യഷ്ടിജീവന്മാർ ഓരോന്നും സ്വന്തം പ്രയത്നത്തിലൂടെ മോക്ഷനിലയെ പ്രാപിക്കുമ്പോൾ സമഷ്ടി ജീവൻ അഥവാ ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ ബ്രഹ്മദേവൻ മോക്ഷം പ്രാപിക്കുന്നില്ല. അംശം മോക്ഷത്തെ പ്രാപിച്ചാലും സമഷ്ടി മോക്ഷത്തെ പ്രാപിക്കുന്നില്ല. അതുപോലെ സമഷ്ടി മോക്ഷത്തെ പ്രാപിച്ചാലും അംശങ്ങൾ മോക്ഷത്തെ പ്രാപിക്കുകയില്ല. ബ്രഹ്മദേവൻ അദ്ദേഹത്തിൻ്റെ ആയുസ് അവസാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആയുസ് അവസാനിക്കുമ്പോൾ അദ്ദേഹം പരബ്രഹ്മത്തിൽ ലയിച്ചു ചേരും. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ അംശങ്ങളായിരിക്കുന്ന വാസനകളോടുകൂടിയ ജീവന്മാർക്ക് മോക്ഷം ലഭിക്കുന്നില്ല. അച്ഛൻ മരിച്ചാലും കുട്ടികൾ മരിക്കാതെ ജീവിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഇനി കുട്ടികൾ മരിച്ചാലും അച്ഛൻ ജീവിക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഈ വ്യഷ്ടി ജീവന്മാരും സമഷ്ടി ജീവനും. ഒരാൾ മോക്ഷത്തെ പ്രാപിച്ചു എന്നുള്ളത് കൊണ്ട് മറ്റേയാൾ മോക്ഷത്തെ പ്രാപിക്കും എന്ന് കരുതാൻ നിർവാഹമില്ല. വാസനാനാശത്തിലൂടെ മാത്രമേ മോക്ഷം നേടാൻ പറ്റൂ. ഈ വാസനാനാശം ഓരോ ജീവനും പ്രത്യേകം നേടിയെടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാസനാനാശം ശീലിക്കാൻ പറ്റില്ല. നിങ്ങളുടെ വാസനകളെ നശിപ്പിക്കാൻ എനിക്ക് കഴിവുമില്ല. അങ്ങനെ ഒരാളെ വാസനാനാശത്തിലൂടെ മുക്തനാക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഈ ജ്ഞാനികൾ എത്ര പേരെ മോക്ഷപദത്തിൽ എത്തിച്ചേനെ? അങ്ങനെ പറ്റില്ല. ഓരോ വ്യഷ്ടി ജീവനും മോക്ഷത്തിനായി പ്രയത്നിക്കണം, സ്വയം ജ്ഞാനം നേടണം. അങ്ങനെ മാത്രമേ മോക്ഷം നേടാൻ പറ്റൂ. ബ്രഹ്മദേവൻ്റെയും സ്ഥിതി ഇത് തന്നെ. വ്യഷ്ടിജീവന്മാർ അദ്ദേഹത്തിൻ്റെ അംശങ്ങളാണ്. അവർ മുക്തരായാലും ബ്രഹ്മദേവന് മോക്ഷം നേടണമെങ്കിൽ അദ്ദേഹം ജ്ഞാനത്തെ അംഗീകരിക്കണം. അദ്ദേഹം തത്വവിചാരത്തിലൂടെ താൻ ബ്രഹ്മമാണ് എന്ന് കണ്ടെത്തണം. എന്നാലേ അപ്പൂപ്പനായ ബ്രഹ്മദേവന് പോലും രക്ഷയുള്ളൂ. അതുകൊണ്ട് അയാൾ രക്ഷിക്കും, ആ സ്വാമി രക്ഷിക്കും, ഈ സ്വാമി രക്ഷിക്കും. ഗുരുവിൻ്റെ അടുത്ത് ഞാൻ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു, എൻ്റെ കാര്യമൊക്കെ അദ്ദേഹം നോക്കിക്കോളും. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊന്നും നടപ്പില്ല, അതൊന്നും സാധ്യമല്ല. ആചാര്യന് വഴി കാണിച്ചു തരാം, അത്ര മാത്രമേ ഉള്ളൂ.
ദേശികൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഗൈഡ്, വി ഗൈഡല്ല, അസീസി ഗൈഡല്ല, വഴികാട്ടി എന്ന് മാത്രമേ ആ വാക്കിനർത്ഥമുള്ളൂ. ദിശതി, നിർദ്ദേശിക്കുന്നു, ചൂണ്ടിക്കാണിക്കുന്നു. ഈ വഴിയിലൂടെ പോകൂ, ഗോ ദിസ് വേ, ആരോ മാർക്ക് വെച്ചിട്ടില്ലേ, അതുപോലെയേ ഉള്ളൂ ഒരു ആചാര്യൻ. നമ്മളാണ് പ്രയത്നിക്കേണ്ടത്. ആചാര്യൻ്റെ അടുക്കൽ ചെന്ന് സംശയ നിവൃത്തി വരുത്താം, അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ നേടാം. പക്ഷേ അവനവൻ ഞാൻ ബ്രഹ്മമാണ് എന്ന ഉറപ്പ് നേടാതെ മോക്ഷം സാധ്യമല്ല. വ്യഷ്ടിജീവന്മാർ മോക്ഷത്തെ പ്രാപിച്ചാലും സമഷ്ടി ഹിരണ്യഗർഭജീവസ്യ അധികാരാന്തേ മുക്തിവതുപപത്തേ. സമഷ്ടി ജീവനായ ഹിരണ്യഗർഭൻ സ്വന്തം പ്രയത്നത്തിലൂടെ മാത്രമേ മോക്ഷം നേടാൻ പറ്റുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധം തീരാതെ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല. സൃഷ്ടികർത്താവ് അദ്ദേഹം എത്ര കാലം സൃഷ്ടി നടത്തണം എന്ന് അദ്ദേഹത്തിന് നിയോഗമുണ്ടോ, ആ നിയോഗം പൂർത്തീകരിക്കാതെ ബ്രഹ്മദേവന് പോലും രക്ഷയില്ല. അതുകൊണ്ട് ആരെയെങ്കിലുമൊക്കെ അന്ധമായി വിശ്വസിച്ച് ജീവിതത്തെ പാഴാക്കരുത്. പുരുഷപ്രയത്നത്തെ പരമപ്രധാനമായി അംഗീകരിക്കണം. പുരുഷപ്രയത്നം എന്ന് പറഞ്ഞാൽ ഉടനെ സ്ത്രീ പ്രയത്നമുണ്ടോ എന്ന് ചോദിക്കരുത്. പുരുഷൻ എന്നുള്ള വാക്കിന് മനുഷ്യൻ എന്നാണ് അർത്ഥം. ഹ്യൂമൻ എഫർട്ട് എന്ന് മാത്രമേ ആ വാക്കിന് അർത്ഥമുള്ളൂ. പുരുഷൻ എന്നുള്ളത് മെയിൽ, ആണെന്നുള്ള അർത്ഥമല്ല. പുരുഷൻ എന്ന് പറഞ്ഞാൽ ജീവൻ, ജീവാത്മാവ്. അത് സ്ത്രീ ശരീരത്തിലായാലും പുരുഷ ശരീരത്തിലായാലും ജീവൻ ഒന്നാണല്ലോ, ജീവാത്മാവാണ്. ആ ഓരോ വ്യഷ്ടിജീവനും പ്രയത്നിച്ച് നേടേണ്ടതാണ് ഈ ജ്ഞാനം, ആ ജ്ഞാനത്തിലൂടെയുള്ള മോക്ഷം. നഹി സമഷ്ട്യാത്മനോ ഹിരണ്യഗർഭസ്യ തത്വജ്ഞാനം വ്യഷ്ടീനാം മുക്തി അഭാവേ പാക്ഷിക പരിച്ഛിന്ന മോക്ഷഫലം. സമഷ്ട്യാത്മാവായ അല്ലെങ്കിൽ സമഷ്ടിജീവനായ ഹിരണ്യഗർഭന് അദ്ദേഹം തത്വജ്ഞാനം നേടിയാലേ സ്വയം രക്ഷിക്കാനാകും. വ്യഷ്ടികൾ എന്ന് പറഞ്ഞാൽ ജീവന്മാർ, വ്യഷ്ടിജീവന്മാർ മോക്ഷത്തെ പ്രാപിച്ചില്ലെങ്കിലും സമഷ്ടി ജീവന് മോക്ഷം നേടാം. അതുപോലെ സമഷ്ടിജീവൻ ഹിരണ്യഗർഭൻ ബ്രഹ്മാവ് മോക്ഷം നേടിയില്ലെങ്കിലും വ്യഷ്ടിജീവന്മാർക്ക് സ്വപ്രയത്നത്തിലൂടെ മോക്ഷം നേടാവുന്നതാണ്. പള്ളി വേറെ, പള്ളിക്കൂടം വേറെ, അത് വേ ഇത് റേ എന്ന് നമ്മൾ പറയാറില്ലേ. സമഷ്ടിയുടെ അംശമാണ് വ്യഷ്ടി, സമ്മതിച്ചു. പക്ഷേ രണ്ടും വ്യത്യസ്തങ്ങളായ ഉപാധികളാണ്. വിശ്വമനസ്സിനെയാണ് ബ്രഹ്മദേവൻ സമഷ്ടി ബുദ്ധി, സമഷ്ടി മനസ്സ്, സമഷ്ടി ജീവൻ എന്നൊക്കെ പറയുന്നത്. ആ സമഷ്ടി ജീവന് വ്യഷ്ടിജീവന്മാരുടെ മനസ്സിനെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവുണ്ട്. പക്ഷേ സമഷ്ടി ജീവൻ വേറെ, വ്യഷ്ടിജീവന്മാർ വേറെ. അതുകൊണ്ട് മോക്ഷത്തിൽ പാക്ഷിക പരിച്ഛിന്ന മോക്ഷഫലം സാധ്യമല്ല എന്നാണ്. പാക്ഷികം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കിട്ടും, വേറൊരാൾക്ക് കിട്ടില്ല. എല്ലാവരും ഒരേ സമയത്ത് മുക്തരാകാൻ പോകുന്നില്ല. ഓരോരുത്തരും ഓരോ സമയത്താണ് സംസാര ബന്ധത്തിൽ നിന്ന് രക്ഷ നേടുന്നത്. അത് സമഷ്ടി ജീവനായാലും വ്യഷ്ടിജീവന്മാരായാലും. അതുപോലെ മോക്ഷത്തിൽ പരിച്ഛേദമില്ല. പരിച്ഛേദം എന്ന് പറഞ്ഞാൽ 25% മോക്ഷം, 50% മോക്ഷം, 3/4 മോക്ഷം, അങ്ങനെയൊന്നും ശതമാന കണക്ക് വെച്ച് മോക്ഷം നേടാൻ പറ്റില്ല. മോക്ഷം എന്ന് പറഞ്ഞാൽ 100% മോക്ഷം ഇല്ല. 99% മോക്ഷവും 1% ബന്ധവും. 1% ബന്ധം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ബദ്ധനാണ്. നിങ്ങളെ മുക്തനെന്ന് പറയാൻ പറ്റില്ല. മോക്ഷം നേടി എന്ന് പറയണമെങ്കിൽ 100% മോക്ഷം നേടണം. അരക്കിണർ ചാടുക എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. അരക്കിണർ കാൽക്കിണർ ചാടാൻ പറ്റുമോ? ഒരാൾ കിണറ്റിൻ്റെ ഉള്ളിലേക്ക് ചാടി, കാൽക്കിണർ ചാടിയപ്പോൾ അയാൾ ഇങ്ങനെ പകുതി വഴിക്ക് അങ്ങനെ എയറിൽ നിൽക്കുമോ? അരക്കിണർ ചാടി നിർത്താൻ പറ്റുമോ? താഴെ വെള്ളത്തിൽ വന്ന് പതിക്കണം. അരക്കിണറും 3/4 കിണറും ഒന്നും ചാടാൻ പറ്റാത്തതുപോലെ മോക്ഷത്തിൽ അംശം അല്ലെങ്കിൽ ഇത്ര ശതമാനം എന്നുള്ള കണക്ക് യോജിക്കുകയില്ല.
യത്ര വർത്തമാനേപി വ്യഷ്ടി സമഷ്ടി അഭേദേന മുക്തിസങ്കരഃ തത്ര സാമ്പ്രതികേ ജീവഭേദേ സതി പ്രാക്തന തദഭേദമാത്രേണ മുക്തിസങ്കരാപാദനസ്യ അനവസരയേവ. വ്യഷ്ടി സമഷ്ടി എന്നുള്ള ഭേദം നിലനിൽക്കുമ്പോൾ മോക്ഷത്തിൽ മിക്സപ്പ് അല്ലെങ്കിൽ മോക്ഷത്തിൽ ഒരു മിശ്രണം സാധ്യമല്ല. ഒരാളുടെ മോക്ഷം മറ്റേയാൾക്ക് ലഭിച്ചു, അല്ലെങ്കിൽ ജീവന്മാർ മുക്തരാകുമ്പോൾ സമഷ്ടി ജീവനും മുക്തനാകും, അല്ലെങ്കിൽ സമഷ്ടി ജീവൻ ആത്മതത്വത്തിൽ ലയിച്ചു ചേരുമ്പോൾ വ്യഷ്ടി ജീവന്മാർക്കും മോക്ഷം ലഭിക്കും. അങ്ങനെയൊന്നും കരുതാൻ പറ്റില്ല. വ്യഷ്ടിയും സമഷ്ടിയും പ്രത്യേകം പ്രത്യേകമായിട്ടാണ് മോക്ഷം നേടേണ്ടത്. മുക്തിയിൽ സങ്കരം പറ്റത്തില്ല. സങ്കരം, സങ്കര ഇനം നെല്ല്, സങ്കര ഇനം തെങ്ങ്, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടില്ലേ? ഹൈബ്രിഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഹൈബ്രിഡ്, രണ്ട് വ്യത്യസ്ത ഗുണങ്ങളുള്ള വിത്തുകളെയോ അല്ലെങ്കിൽ സസ്യങ്ങളെയോ തമ്മിൽ യോജിപ്പിക്കുന്നതിനെയാണ് സങ്കരം എന്ന് പറയുന്നത്. വർണ്ണസങ്കരം നരകത്തിന് കാരണമായി തീരും എന്നാണ് കൃഷ്ണൻ ഗീതയുടെ ആരംഭത്തിൽ പറയുന്നത്. സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച. വർണ്ണസങ്കരം സംഭവിക്കരുത്. വർണ്ണം എന്ന് പറഞ്ഞാൽ ജാതി എന്നല്ല അർത്ഥം. ഇതൊക്കെ നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുള്ള വാക്കുകളാണ്. വർണ്ണങ്ങൾ തമ്മിൽ കൂടിക്കലരരുത്, വർണ്ണസങ്കരം സംഭവിക്കരുത്. വർണ്ണം എന്ന് പറഞ്ഞാൽ ജാതി എന്നല്ല. വർണ്ണം എന്ന് പറഞ്ഞാൽ ഓരോ മനസ്സിൻ്റെയും തനതായ ഗുണവിശേഷം. അത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ ത്രിഗുണങ്ങളുടെ ചേർച്ചയാണ് ഓരോ മനസ്സും. സമാന മനസ്കർ തമ്മിൽ ചേരാം, വിവാഹബന്ധത്തിൽ ഏർപ്പെടാം, കുഴപ്പമുണ്ടാവത്തില്ല. ഒരുത്തൻ തെക്കോട്ട് പോകുമ്പം മറ്റേ ആൾ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ അടിച്ച് പിരിയാനേ നിവൃത്തിയുള്ളൂ, വേറെ മാർഗമില്ല. ഈ ജാതക പൊരുത്തം നോക്കുന്നതൊക്കെ അത്രയേ ഉള്ളൂ. സേട്ടൻ പാരാമീറ്റേഴ്സ് ആർ ദെയർ. ഈ നവഗ്രഹങ്ങൾ അത് അപ്പോൾ ഇന്ന ഇത്ര 3-ാം ഭാവത്തിൽ ഇന്നത്, 4-ാം ഭാവത്തിൽ വേറെ ഏതോ ഒരു ഗ്രഹം, ഇങ്ങനെയൊക്കെ. ഇപ്പോൾ ആ ഗ്രഹങ്ങൾ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, നമ്മുടെ ജനന സമയത്തുണ്ടായിരുന്ന ഗ്രഹനിലയാണ്. ആ ഗ്രഹനില ആ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് നിർണയിക്കാൻ സഹായിക്കുന്നു. അത് ആ ഗ്രഹനില വെച്ചോണ്ട് ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം നിർണ്ണയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അയാളുടെ ജനന സമയത്തുള്ള ആ ഗ്രഹനില നോക്കിയിട്ട് ഇയാൾ ഏത് പ്രകൃതക്കാരനായിരിക്കും, ഏത് സ്വഭാവക്കാരനായിരിക്കും എന്ന് മനസ്സിലാക്കി മറ്റൊരു ജാതകം ഈ ജാതകവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ. ജാതകം പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഗ്രഹനില പൊരുത്തപ്പെടുക എന്നർത്ഥം. ഗ്രഹനില പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വഭാവങ്ങൾക്ക് തമ്മിൽ ചേർച്ചയുണ്ടാവുക എന്നാണ് അർത്ഥം. സ്വഭാവ ചേർച്ച, മനപ്പൊരുത്തമില്ലെങ്കിൽ ജാതക പൊരുത്തം കൊണ്ട് എന്തു പ്രയോജനം? ഗംഭീരന്മാരായ ജ്യോത്സ്യന്മാർ പൊരുത്തം നോക്കി കല്യാണം നടത്തുന്നു. ഈ ജാതകങ്ങൾ തമ്മിൽ ചേർക്കാം. 3-ാം പക്കം അടിച്ചു പിരിയുന്നു. എന്തുകൊണ്ട്? ജ്യോതിശാസ്ത്രം തെറ്റായത് കൊണ്ടാണോ? ജ്യോതിഷം തെറ്റായത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഈ ജ്യോതിഷിക്ക് ജ്യോതിഷം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ അയാൾ നോക്കിയതിലുള്ള പിഴവോ പിശകോ ആണോ? അല്ല. നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, അത് അവരുടെ തലവിധി എന്ന് പറഞ്ഞ് തടി തപ്പാം. ഇപ്പം എന്താണ് കാരണം എന്നുള്ളത് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല. ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്. 6 വേദാംഗങ്ങളിൽ ഒന്നാണ് ജ്യോതിഷം. ജ്യോതിഷം ഒരു സാധ്യതയുടെ ഒരു ശാസ്ത്രമാണെങ്കിലും അതൊരു ശാസ്ത്രമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ആധുനിക ശാസ്ത്രങ്ങളെല്ലാം സാധ്യതയെ അവലംബിച്ചാണ് ഓരോ പ്രവചനം നടത്തുന്നത്. കാലാവസ്ഥാ നിരീക്ഷണക്കാർ, മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, മഴ പെയ്യുകയോ പെയ്യാതിരിക്കുകയോ ചെയ്യാം. ഇത് പറയാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേണോ? അതിൻ്റെ ആവശ്യം എന്താണ്? ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട്, 4 ഡിഗ്രി വരെ താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. നല്ലത്. അവർ അങ്ങനെ ഒരു പ്രവചനം നടത്തുന്നത് ചില പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ശരിയാവും, തെറ്റാനുള്ള സാധ്യതയും അവിടെയുണ്ട്. കാരണം മനുഷ്യൻ്റെ പിടിയിൽ ഒതുങ്ങുന്നതല്ല പ്രകൃതി. ഈ ജാതകം ഗണിക്കുമ്പോൾ അല്ലെങ്കിൽ ജാതക പൊരുത്തം നോക്കുമ്പോൾ
എന്തുകൊണ്ട് പിഴവ് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ജ്യോതിഷിയുടെ കുറ്റമല്ല, ജ്യോതിശാസ്ത്രത്തിൻ്റെയും കുറ്റമല്ല. ചില കാര്യങ്ങൾ ചില സമയത്ത് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെടും. അതിന് കാരണം എന്താണ്? ശനിയോ രാഹുവോ കേതുവോ ആണോ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് ആ അംശത്തെ മറച്ചത്? അതൊന്നും അറിഞ്ഞൂടാ. ചില കാര്യങ്ങളെ ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ആ വീക്ഷണകോണിലൂടെ നോക്കാൻ പറ്റില്ല. അപ്പോൾ പിഴവ് പറ്റും. അതുകൊണ്ട് അയാൾക്ക് ഒന്നും അറിഞ്ഞൂടാ, ആ ജോസിന് ഒന്നും അറിഞ്ഞൂടാ. അയാൾ പൊരുത്തം നോക്കിയതാണ്, എൻ്റെ മകളുടെ ജീവിതം പാഴായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓരോ ജീവൻ്റെയും തലവിധി ആ തലയിലെഴുത്തിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. നിങ്ങൾ എന്തൊക്കെ ശാസ്ത്രം വികസിപ്പിച്ചെടുത്താലും അന്തിമമായി ഈശ്വരൻ അധീനമാണ് ഈ പ്രപഞ്ചം. ഓരോ ജീവൻ്റെയും കർമ്മഫലങ്ങൾ, അതിനാണ് എപ്പോഴും മുൻതൂക്കം. അതിൽ നിന്ന് രക്ഷപ്പെടാനോ രക്ഷപ്പെടുത്താനോ ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് സമഷ്ടി ജീവന് അല്ലെങ്കിൽ ഹിരണ്യഗർഭന് തത്വജ്ഞാനത്തിലൂടെ മോക്ഷം നേടിയാലും വ്യഷ്ടികൾക്ക് അല്ലെങ്കിൽ ജീവന്മാർക്ക് മോക്ഷം നേടാതെ സംസാരബന്ധം തുടർന്ന് നിൽക്കാവുന്നതാണ്. എത്ര വർത്തമാനേവി വ്യഷ്ടി സമഷ്ടി അഭേദേന, വ്യഷ്ടി സമഷ്ടി എന്നുള്ള അഭേദം നിലനിൽക്കുമ്പോൾ, സമഷ്ടിയുടെ അംശമാണ് വ്യഷ്ടി. സമഷ്ടിയിൽ നിന്ന് വ്യഷ്ടി ഒരിക്കലും വേറിട്ട് നിൽക്കുന്നില്ല. എന്നിരുന്നാലും വ്യഷ്ടിയുടെയും സമഷ്ടിയുടെയും മോക്ഷപ്രാപ്തി തികച്ചും വിഭിന്നമാണ്. ഒന്ന് മോക്ഷം നേടിയാൽ മറ്റേത് മോക്ഷം നേടാതെ കഴിയാം, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മോക്ഷത്തിൽ ഭേദം സംഭവിക്കാം. സാമ്പ്രതികേ ജീവഭേദേ സതി പ്രാക്തനസ്തത് അഭേദമാത്രേണ മുക്തിസങ്കരാപാദനസ്യാനവസരയേവ. മോക്ഷത്തിൽ വാസ്തവത്തിൽ സങ്കരം കൂടിക്കലരൽ സാധ്യമല്ലെങ്കിലും അതായത് ഒരാൾ മുക്തനാകുന്നു, വ്യഷ്ടി മുക്തനാകുന്നു, സമഷ്ടി മുക്തനാകുന്നില്ല, അങ്ങനെയുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകാം. അതിൻ്റെ തന്നെ അംശമാണിത്. എന്നാലും ഭൂയശ്ചാന്തേ വിശ്വമായാ നിവൃത്തിഃ ഇതി ശ്രുതിരപി തത്തജ്ജീവോപാധി കൃത്സ്ന ബീജ നിവൃത്തിപരാ. ഉപനിഷത്ത് പറയുന്നത് ഭൂയശ്ച അന്തേ വിശ്വമായാ നിവൃത്തിഃ, സമഷ്ടിമായ അല്ലെങ്കിൽ വിശ്വമായയിൽ നിന്ന് ഒരു ജീവൻ അവസാനം മുക്തനാകുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ വാസനകളൊക്കെ പൂർണ്ണമായി നശിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ആ വിശ്വമായ ആ ജീവനിൽ നിന്ന് നിവൃത്തമാകും എന്ന് ശ്രുതിയും പറയുന്നുണ്ട്. തത്ത ജീവോപാധി കൃത്സ്ന ബീജ നിവൃത്തി വരാ. ഇവിടെ ബീജം, വിത്ത് എന്ന വാക്കുകൊണ്ട് കർമ്മബീജങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. കർമ്മബീജങ്ങൾ, കർമ്മത്തിൻ്റെ വിത്തുകൾ, അതാണ് വാസനകൾ എന്ന് പറയുന്നത്. ഒരു കർമ്മം നമ്മൾ ചെയ്തു തീരുമ്പോൾ ആ ചെയ്തു തീർന്നു പൊടിയും തട്ടി എണീറ്റ് പോകാൻ പറ്റില്ല. നമ്മൾ ചെയ്തത് ഞാൻ ചെയ്യുന്നു എന്നുള്ള തെറ്റിദ്ധാരണയോട് കൂടിയാണ്, അജ്ഞതയിലാണ് കർമ്മം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ ചെയ്തു എന്നുള്ള ഭാവം ഉള്ളത് കൊണ്ട് കർമ്മവാസന ഉള്ളിൽ ആ ജീവൻ പോലും അറിയാതെ രൂപപ്പെടും. അതൊരു കറുത്ത പൊട്ടോ പൊടിയോ ആയി സൂക്ഷ്മ ശരീരത്തിൽ ശേഖരിക്കപ്പെടും, നമ്മൾ പോലും അറിയില്ല. സത്കർമ്മമായാലും ദുഷ്കർമ്മമായാലും, സത്കർമ്മം ചെയ്താൽ സദ്വാസനകൾ ഉള്ളിൽ സംഭരിക്കപ്പെടും, ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ ദുർവാസനകൾ സംഭരിക്കപ്പെടും. പുണ്യകർമ്മങ്ങൾ ചെയ്താൽ വെളുത്ത പൊട്ട്, പാപകർമ്മങ്ങൾ ചെയ്താൽ കറുത്ത പൊട്ട്. പൊട്ടെന്തായാലും ഉണ്ടാവും. നമുക്ക് പൊട്ടുണ്ടാകാതെ രക്ഷപ്പെടണം. ഒരു വാസനയും ഉള്ളിൽ സഞ്ചയിക്കാതെ
നോക്കിയാൽ മാത്രമേ ജീവന് സംസാര ബന്ധങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കൃത്സ്ന ബീജനിവൃത്തി വരണം, പൂർണ്ണമായ വാസനാനാശം. അത് ഓരോ ജീവനും സ്വയം നേടിയെടുക്കേണ്ടതാണ്. അല്ല, ദൈവം ഈശ്വരൻ അതിന് സഹായിക്കില്ലേ? ഈശ്വരൻ സഹായിക്കും. ഒരു ഗുരു സഹായിക്കുന്നതിനപ്പുറം ഒരു ഈശ്വരനും നമ്മെ സഹായിക്കില്ല. ഗുരു എന്താണ് സഹായിക്കുന്നത്? നമ്മൾ ചെന്ന് ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരയുമ്പോൾ അദ്ദേഹത്തിന് പറ്റുമായിരുന്നെങ്കിൽ നമുക്കൊക്കെ മോക്ഷം തരാൻ പാടില്ലായിരുന്നു. ചെയ്തില്ലല്ലോ. തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച്, ഡേയ് പൊയ്ക്കോ, പൂർണ്ണ ജ്ഞാനം, നീ ബ്രഹ്മമാണ്, ആ ജ്ഞാനം നിന്റെ ഉള്ളിൽ പ്രകാശിക്കട്ടെ, പൂർണ്ണ ദുഃഖമോചനം നിനക്ക് സാധ്യമാകട്ടെ എന്ന് കൈവച്ച് ആരെയും അനുഗ്രഹിച്ച് കരകയറ്റിയതായി ചരിത്രമില്ല. ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എൻ്റെ കയ്യിലും തല വെച്ചിട്ടില്ല, എൻ്റെ തലയിലും കൈ വെച്ചിട്ടില്ല. അപ്പോൾ വേറെ സംശയമൊന്നുമില്ലല്ലോ. ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കൂ, യുക്തിയുക്തമായി സംശയ നിവൃത്തി വരുത്തി തരാം. അല്ലാതെ മോക്ഷം എന്തുകൊണ്ട് തന്നില്ല? തരാൻ പറ്റില്ല. ഒരു ജ്ഞാനിക്കും ഒരു ഈശ്വരനും ജ്ഞാനം കൃത്രിമമായി നൽകാൻ പറ്റില്ല. ജീവൻ സ്വയം തൻ്റെ തത്വവിചാരത്തിലൂടെ നേടേണ്ടതാണ് മോക്ഷം, അല്ലെങ്കിൽ ജ്ഞാനം. ഇത് നല്ലതുപോലെ മനസ്സിലാക്കുക. മോക്ഷത്തിന് കുറുക്കു വഴികളില്ല. പ്ലേറ്റോ അരിസ്റ്റോട്ടിലോ അങ്ങനെ ഏതോ ഒരു ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ്, there are no shortcuts to mathematics. ഗണിതശാസ്ത്രത്തിൽ പ്രഗത്ഭനാകാൻ കുറുക്കു വഴികളില്ല. അതായത് ഇന്ന ഈ ഒരു ടാബ്ലറ്റ് രാവിലെ ഒരു നേരം, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ടാബ്ലറ്റ്, 2 നേരം കഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഗണിതശാസ്ത്ര സൂത്രവാക്യങ്ങളും മനഃപ്പാഠമാകും. അങ്ങനെ മരുന്നൊന്നുമില്ല. അറിവ് എന്ന് പറയുന്നത് കാലക്രമത്തിൽ സ്വന്തം പ്രയത്നത്തിലൂടെ ആർജിക്കേണ്ടതാണ്. ഭൗതികമായ അറിവായാലും ആധ്യാത്മികമായ അറിവായാലും അറിവ് എന്ന് പറയുന്നത് സ്വപ്രയത്നത്തിലൂടെ നേടേണ്ടതാണ്. അതിന് കുറുക്കു വഴികളില്ല, ഷോർട്ട് കട്ടില്ല എന്ന് മനസ്സിലാക്കുക. എന്തോ ഒരു ഭസ്മം തന്നു, അല്ലെങ്കിൽ എന്തോ ഒരു രുദ്രാക്ഷം ജപിച്ചു തന്നു, അത് കഴുത്തിലിട്ടുകൊണ്ട് 1 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും നായയെ പോലെ നടന്നു കഴിഞ്ഞാൽ ജ്ഞാനമൊന്നും കിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇത്രയും ക്രൂരമായി സംസാരിക്കരുത്. ഇതിലെന്ത് ക്രൂരതയാണുള്ളത്? പച്ചയായ സത്യം ആധികാരികമായി ശാസ്ത്രങ്ങളുടെ പിൻബലത്തോടുകൂടെ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുമ്പോൾ അതിനെ ക്രൂരത എന്ന് നിങ്ങൾ എന്തിനു മുദ്ര കുത്തുന്നു? ക്രൂരതയല്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ ചില ശ്രോതാക്കൾക്ക് അത് ക്രൂരമായി, മനസ്സിന് വേദനാജനകമായി തോന്നിയേക്കാം. അതിന് വക്താവ് ഒരു രീതിയിലും ഉത്തരവാദിയല്ല. വക്താവിൻ്റെ ഉദ്ദേശം സത്യം പറഞ്ഞു ഫലിപ്പിക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് എന്താണ് സത്യം എന്നുള്ളത് അവരിൽ എത്തിക്കുക, അവരെ പറഞ്ഞു മനസ്സിലാക്കുക. അതിൽ കവിഞ്ഞ് മറ്റൊരു ദൗത്യവും ഒരു വക്താവിനും ഇല്ല. അതുകൊണ്ട് കാര്യങ്ങളെ വേണ്ട പോലെ മനസ്സിലാക്കുക. ശരിയായ രീതിയിൽ വക്താവിൻ്റെ വാക്കുകളെ മനസ്സിലാക്കിയാൽ ശ്രോതാക്കൾക്ക് രക്ഷപ്പെടാം. അല്ലാതെ എളുപ്പവഴി ഒന്നുമില്ല. എളുപ്പവഴി നോക്കരുത്. എളുപ്പവഴി നോക്കുന്നവൻ കുഴിയിൽ ചാടും. ഷോർട്ട് കട്ട് നോക്കി പോകുന്നവൻ വല്ല കൊക്കയിലും ചെന്ന് ചാടും. സൂയിസൈഡ് പോയിന്റ് എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും, ഇവൻ്റെ കണ്ണിൽ പെടില്ല. ഫുൾ സ്പീഡിൽ ഇതിലേ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താം. ഏതെങ്കിലും മലയുടെ മുകളിൽ നിന്ന് അയാൾ താഴെ വീഴും. അതുകൊണ്ട് ഷോർട്ട് കട്ടിന് വേണ്ടി ശ്രമിക്കരുത്. പല കാലം കൊണ്ട് അനേകം ജന്മങ്ങളിലൂടെ അല്പാൽപമായി ചിത്തത്തെ ശുദ്ധമാക്കി സത്വഗുണത്തെ വളർത്തി, അത് തന്നെയാണ് ചിത്തത്തെ ശുദ്ധമാക്കുക എന്ന് പറയുന്നത്. അങ്ങനെ കാലക്രമത്തിൽ നേടേണ്ടതാണ് ജ്ഞാനം എന്നാണ് ഗീതാചാര്യനായ കൃഷ്ണൻ പോലും പറയുന്നത്. തത് സ്വയം യോഗ സംസിദ്ധ കാലേന ആത്മനിവിന്ദതി. കാലം കൊണ്ട്, കാലക്രമത്തിൽ നേടേണ്ടതാണ് അർജുന ഈ ജ്ഞാനം. എളുപ്പവഴിയില്ല.
എളുപ്പവഴി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അളിയനല്ലേ നീ, നിന്നെ എന്നേ എപ്പോഴേ ഞാൻ കരകയറ്റിയേനെ. എന്നെ കൊണ്ട് പറ്റില്ലപ്പാ, ഞാൻ പറഞ്ഞു തരാം, ഇത് നല്ല പോലെ കേൾക്ക്, ചിന്തിക്ക്, മനസ്സിലാക്ക്, ഈ സത്യം ഉൾക്കൊള്ള, എന്നാൽ നീയും രക്ഷപ്പെടും. എൻ്റെ അളിയൻ എൻ്റെ മച്ചാനെന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റില്ല. ഉദ്ധരേത് ആത്മനാത്മാനം, ഞാൻ തന്നെയാണ് എന്നെ ഉദ്ധരിക്കേണ്ടത്, ഞാനാണ് എൻ്റെ രക്ഷകൻ, അനാഥ രക്ഷകൻ. അനാഥനാരാണ്? ഈ ഞാൻ തന്നെ, നാഥനില്ലാത്തവൻ. അനാഥ രക്ഷകനാരാണ്? അതും ഈ ഞാൻ തന്നെ. അനാഥനായ എന്നെ ഞാൻ തന്നെ രക്ഷിക്കണം. ആരും രക്ഷയ്ക്ക് വരില്ല. ഗുരുവോ ഈശ്വരനോ പോലും നമ്മുടെ രക്ഷയ്ക്കെത്തുകയില്ല. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് ഉൾക്കൊണ്ട് അതിനെ ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് രക്ഷ നേടാൻ കഴിയും. അപ്പോൾ ഭൂയശ്ചാന്തേ വിശ്വമായാ നിവൃത്തി എന്ന് ശ്രുതി പോലും പറയുന്നു. അപ്പോൾ അത് ജീവൻ്റെ വാസനാബീജങ്ങൾ, കർമ്മബീജങ്ങൾ അഥവാ വാസനകൾ, അത് പൂർണ്ണമായി നഷ്ടമാകുമ്പോൾ മാത്രമാണ് ഈ മോക്ഷം സിദ്ധിക്കുന്നത്. അന്യഥാ ഏകമുക്തൈവ ജ്ഞാനശൂന്യാനാമപി സർവജീവാനാം മുക്ത്യാപത്തേ. ഒരാൾ മുക്തനാകുമ്പോൾ എന്തുകൊണ്ട് മറ്റ് ജീവന്മാർ മുക്തരാകുന്നില്ല? എല്ലാം ഒരേ സമഷ്ടി ജീവൻ്റെ അംശങ്ങളാണല്ലോ. അപ്പോൾ ഒരു പ്രത്യേക ജീവൻ തത്വവിചാരത്തിൻ്റെ സഹായത്തിലൂടെ മോക്ഷം നേടുമ്പോൾ മറ്റു ജീവന്മാർക്ക് ആ മോക്ഷഫലം എന്തുകൊണ്ട് സിദ്ധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇത് വ്യക്തിപരമാണ്. ഓരോ വ്യക്തിയും തനിയായി ശ്രമിച്ച് പ്രത്യേകം ശ്രമിച്ച് നേടേണ്ടതാണ് ഈ മോക്ഷം എന്നുള്ള നില. ജ്ഞാനശൂന്യന്മാരായ മറ്റു ജീവന്മാർ ഒരാൾ മോക്ഷത്തിലെത്തുമ്പോൾ മോക്ഷത്തിലെത്തുകയില്ല. ജ്ഞാനശൂന്യന്മാർക്ക് മോക്ഷം നേടാൻ സാധ്യമല്ല. അവരും പ്രയത്നിച്ച് ഈ ജ്ഞാനം സമ്പാദിച്ചാൽ മാത്രമേ മോക്ഷം നേടാൻ കഴിയൂ. തദ്യോ യോ ദേവാനാം പ്രത്യബുദ്ധ്യത സയേവ തദഭവത് തദർഷീണാം തഥാ മനുഷ്യാണാം ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗതാഃ ഇത്യാദ്യനേക ശ്രുതിസ്മൃതി വൈയർത്ഥ്യാപത്തേശ്ച. ഒരാൾ ഗുരു മോക്ഷം നേടുമ്പോൾ ശിഷ്യനും കൂടെ മോക്ഷം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ബാലകൃഷ്ണൻ നായർ സാർ രക്ഷപ്പെടുമ്പോൾ നമ്മളെല്ലാം രക്ഷപ്പെടില്ലായിരുന്നു. നമ്മളെന്തേ ഇവിടെ കിടന്ന് വട്ടം കറങ്ങുന്നത്? അതിന് കാരണം ഓരോ ജീവനും സ്വയം പ്രയത്നിച്ച് നേടേണ്ടതാണ്. ഈ വീക്ഷണത്തെ അനുകൂലിക്കുന്ന ധാരാളം ഉപനിഷദ് വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്താണ്? തദ് യോ യോ ദേവാനാം പ്രത്യബുദ്ധത സയേവ തദഭവത് തദർഷീണാം തഥാ മനുഷ്യാണാം. ഓരോരോ ജീവൻ തന്നെ എങ്ങനെ സങ്കല്പിച്ചുവോ അതായി ആ ജീവൻ മാറുന്നു. എന്തുകൊണ്ടാണ് പൂച്ച പൂച്ചയായിട്ടിരിക്കുന്നത്, പട്ടി പട്ടിയായിട്ടിരിക്കുന്നത്, മനുഷ്യൻ മനുഷ്യനായിട്ടിരിക്കുന്നത്, ദേവൻ ദേവനായിരിക്കുന്നത്? എല്ലാം ബ്രഹ്മമാണല്ലോ. തന്നെ സുഹൃത്തെ, തന്നെ എല്ലാം ബ്രഹ്മമാണ്. പക്ഷേ അന്ധഃകരണം, ആ ഉപാധി, അവ വ്യത്യസ്തങ്ങളാണ്. ഒരു ജീവൻ തന്നെ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് തീരുമാനിച്ചിരിക്കുന്നുവോ ആ തീരുമാനത്തെ മാറ്റാത്തിടത്തോളം അയാൾ ആ ജീവഭാവത്തോടു കൂടി കഴിയേണ്ടതായി വരും. പട്ടിക്ക് എന്തുകൊണ്ട് പൂച്ചയാവാൻ പറ്റുന്നില്ല? നമുക്ക് എന്തുകൊണ്ട് ദേവനോ അസുരനോ ആയി മാറാൻ പറ്റുന്നില്ല? കാരണം ഞാൻ മനുഷ്യനാണ് എന്ന ഭാവം ഉറച്ചു പോയിരിക്കുന്നു. ആ സങ്കല്പത്തിൽ കടുകിട വ്യത്യാസം വരുത്താൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് സങ്കല്പിക്കുന്നുവോ അതായി മാറാൻ പറ്റും. നിങ്ങൾക്ക് പൂച്ചയാകണോ? പൂച്ചയാകാം. പക്ഷേ ഞാൻ മനുഷ്യനാണ് എന്നുള്ള ആ പിടിവാദത്തെ, ആ ദൃഢസങ്കല്പത്തെ നിങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂ. അത് അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാൻ മനുഷ്യനാണ് എന്നുള്ളത് വജ്രപ്പശ പോലെ നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഉറച്ചുപോയിരിക്കുന്നു. നിങ്ങൾ മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ
മനുഷ്യർക്ക് ദേഷ്യം വരും. മൃഗങ്ങളോട് നീ മൃഗമല്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവയ്ക്ക് നമ്മുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവയും നമ്മോട് ദേഷ്യപ്പെടും. കാരണം ഞാൻ മനുഷ്യനാണ്, മൃഗമാണ്, പക്ഷിയാണ്, പുഴുവാണ്, ഈച്ചയാണ്, കൊതുകാണ്, പാറ്റയാണ്. ഓരോ ജീവനും ഈ സങ്കല്പത്തിലൂടെ ദൃഢത പ്രാപിച്ചിരിക്കുന്നു. ആ സങ്കല്പങ്ങൾക്ക് മാറ്റം വരുത്താത്തിടത്തോളം ആ ഭാവത്തിൽ തുടർന്നേ പറ്റൂ. ഞാൻ ജീവനാണ് എന്നുള്ള ഭാവത്തെ പരിത്യജിക്കാതെ ഞാൻ ബ്രഹ്മമാണ് എന്ന അറിവ് നേടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനം നേടണമെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്ന് ആവർത്തിച്ച് ചിന്തിക്കണം എന്ന് ഉപനിഷത്തുകൾ സധീരം പ്രഖ്യാപിക്കുന്നത്. ഞാൻ ജീവനാണ്, ഒരാളാണ്, വ്യക്തിയാണ്. ഈ ഭാവം ഉള്ളിടത്തോളം കാലം നമ്മൾ എങ്ങനെയാണ് ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുക? അതുകൊണ്ട് ജീവഭാവത്തെ പതുക്കെ പതുക്കെ പൊട്ടിച്ചു കളയൂ, അതിനെ ലയിപ്പിച്ചു കളയൂ. എപ്പോഴൊക്കെ ഞാൻ എന്ന ഭാവം ഉള്ളിൽ പൊന്തുന്നുവോ അപ്പോഴൊക്കെ ഈ ഞാൻ ഭ്രമമാണ്, ഞാൻ വാസ്തവത്തിൽ ബ്രഹ്മമാണ്, ആത്മാവാണ് എന്ന ഭാവത്തെ ആനയിക്കുക. വേറെ മാർഗമില്ല. അങ്ങനെ കാലക്രമത്തിൽ ഈ ജീവഭാവം പൂർണ്ണമായി വിലയം പ്രാപിക്കുകയും ബ്രഹ്മഭാവം ദൃഢമായി ഉള്ളിൽ ഉറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ബ്രഹ്മജ്ഞാനം ലഭിക്കും. അപ്പോൾ മാത്രം. അല്ലാതെ ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള അറിവ് പുറമേ നിന്ന് പൂച്ചയോ പട്ടിയോ പുറത്തുനിന്ന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പാഞ്ഞു കയറുന്നത് പോലെ വരില്ല. നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. എനിക്ക് ബ്രഹ്മജ്ഞാനം നേടണം എന്ന ആഗ്രഹം ശക്തി പ്രാപിച്ച് സദാ ബ്രഹ്മധ്യാനത്തിൽ, ബ്രഹ്മധ്യാനം എന്ന് പറഞ്ഞാൽ കണ്ണടച്ചുകൊണ്ട് ധ്യാനിക്കുന്ന ഒരു ധ്യാനമാണ് എന്ന് വിചാരിക്കരുത്. ഞാൻ ബ്രഹ്മമാണ് എന്ന ഭാവത്തെ നിരന്തരം നിലനിർത്തുക വഴി മാത്രമേ ബ്രഹ്മജ്ഞാനത്തിൽ എത്തിച്ചേരാൻ കഴിയൂ. അതുകൊണ്ട് എളുപ്പ വഴികളില്ല. 1 മാസത്തിൽ മോക്ഷം നൽകാം. 2500 രൂപ മുൻകൂറായിട്ട് അടച്ച് പേര് രജിസ്റ്റർ ചെയ്യുക. തട്ടിപ്പ്. 1 മാസമല്ല, 1 ജന്മമല്ല. ബാലകൃഷ്ണൻ നായർ സാറ് പോലും പറഞ്ഞിട്ടുള്ളത് ഇത് ഉടനെ വേണ്ട, 15 ജന്മം കൊണ്ട് നേടിയാൽ മതി എന്നാണ്. സാറിന് എവിടുന്നാണ് ഈ 15 എന്നുള്ള സംഖ്യ കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ പഞ്ചദിശയുടെ സ്വാധീനമാകും. 15 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണല്ലോ പഞ്ചദിശി. അപ്പോൾ ഒരു 15 ജന്മം കൊണ്ട് മതി എന്ന് ബാലകൃഷ്ണൻ നായർ സാറ് പറയുമ്പോൾ 15 ജന്മം നമ്മൾ എടുക്കണം. ആ സാറ് അനുവദിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തിരക്ക് കൂട്ടണ്ട എന്ന് വിചാരിക്കരുത്. ഈ വാസിഷ്ഠം പറയുന്നത് എന്തെന്നോ, താടിക്കോ മുടിക്കോ തീ പിടിച്ച ഒരാൾ എത്രയും പെട്ടെന്ന് ഒരു ജലാശയം അന്വേഷിച്ച് ആ വെള്ളത്തിൽ ചാടി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ എത്രയും പെട്ടെന്ന് ഈ സംസാരത്തിൽ നിന്ന് പുറത്തു കിടക്കണം എന്നുള്ള വ്യഗ്രതയോടുകൂടി വേണം ജീവന്മാർ ഇവിടെ ജീവിക്കാൻ. എന്താ ഇത്ര തിരക്ക്? ഇത്ര അത്യാവശ്യം എന്തുവാ? വയസ്സെത്രയായി? 65 ആയിട്ടുള്ളൂ. ഇനി എത്ര ആവണം? 95 115 ആവണോ? 65 ആയത് തന്നെ 65 വർഷം യു ഹാവ് വേസ്റ്റഡ്. നിങ്ങൾ പാഴാക്കി കളഞ്ഞു 65 വർഷം. ഇപ്പോഴെങ്കിലും ആധ്യാത്മിക മാർഗത്തിൽ തിരിയാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി എപ്പോഴാണാവോ തിരിയുക? ഈ പറയുന്ന കാര്യങ്ങൾ തിരിയുന്നുണ്ടോ? തിരിയുക എന്നുള്ളതിന് മനസ്സിലാവുക എന്നും അർത്ഥമുണ്ട്. അയാളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും അയാൾക്ക് തിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ല എന്നാണ്. അതുകൊണ്ട് ദ ടൈം ഈസ് ടു ഷോർട്ട്. നമ്മുടെ പക്കൽ സമയമില്ല. സമയം ഓരോ സെക്കൻഡുകളായി നമ്മുടെ ആയുസ് അങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടക്കുടത്തിൽ നിന്ന് വെള്ളം ചോരുന്നത് പോലെ നമ്മൾ അറിയില്ല. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നു. കഴിഞ്ഞ കാലത്തിൽ നമുക്ക് ചെന്നെത്തി അവിടെ തത്വബോധം ഉറപ്പിക്കാൻ പറ്റില്ല. പോയത് തന്നെ. ഇപ്പോൾ ഈ വർത്തമാനത്തിലുള്ള ക്ഷണം, പ്രസൻറ്റ് മൊമെൻറ്റ്, അതിൽ നിൽക്കാൻ കഴിഞ്ഞാൽ, അതിനെ വേണ്ടവണ്ണം വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും വിവേകത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതം പാഴാക്കാനുള്ളതല്ല.
വിവേകാനന്ദ സ്വാമികൾ വിദേശത്ത് സംസാരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ആരംഭിച്ചത് ഇങ്ങനെയാണ്: ദ ടൈം ഈസ് വെരി ഷോർട്ട് ആൻഡ് ദ സബ്ജക്റ്റ് ഈസ് വെരി വാസ്റ്റ്. ഇത്രയും വേദാന്ത കൃതികൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, മറ്റ് പ്രകരണ ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ ഒരു പുരുഷായുസ് കൊണ്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധ്യമല്ല. അത്രയേറെ ഗ്രന്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വിഷയം വേദാന്തം എന്നുള്ളത് വളരെ വിശാലമാണ്. പക്ഷേ നമ്മുടെ പക്കലുള്ളത് അല്പകാലം മാത്രമാണ്. ഒരു 100 വയസ്സ് നിങ്ങൾ ജീവിച്ചിരുന്നു എന്ന് തന്നെ കരുതുക. ഈ 100 വയസ്സ് ഒരു ക്ഷണം പോലെ കടന്നു പോകും. 100 കൊല്ലം എന്നുള്ളത് ഒരു അല്പകാലമായിട്ടാണ് 100 കൊല്ലം ജീവിച്ചവർക്ക് തോന്നുന്നത്. കാലം മനസ്സിൻ്റെ ഒരു ഭ്രമമാണ്. എത്ര കാലം ജീവിച്ചു, എന്തൊക്കെ ചെയ്തു, എന്തെല്ലാം കഴിച്ചു, എന്തെല്ലാം അനുഭവിച്ചു, എന്തൊക്കെ കണ്ടു, കേട്ടു, കുടിച്ചു, തൊട്ടു, ആസ്വദിച്ചു. ഇപ്പോൾ ഈ ക്ഷണത്തിൽ നിന്നുകൊണ്ട് പുറകിലേക്ക് നോക്കിയാൽ എന്ന് പറഞ്ഞാൽ തലതിരിച്ച് പുറകിലേക്ക് നോക്കിയാൽ എന്നല്ല, നമ്മുടെ ഗതകാലത്തെ വിലയിരുത്തിയാൽ ഒക്കെ ഒരു സ്വപ്നം പോലെ ക്ഷണികമായിരുന്നു എന്ന സത്യം മനസ്സിലാക്കാൻ പറ്റും. കുട്ടികളും കുട്ടികളുടെ ഒക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ തൻ്റെ കഴിഞ്ഞകാല ജീവിതം അത് എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. വയസ്സെനിക്ക് 72 80 ആയി. 80 കൊല്ലം ഒക്കെ ഇന്നലെ നടന്നതുപോലെ തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് സമയം പാഴാക്കാനില്ല. ഓരോ ജീവനും, ഓരോ ദേവനും, ഓരോ ഋഷിയും താൻ ഇന്നാരാണ് എന്ന് ഉറപ്പിക്കുന്നത് കൊണ്ടാണ് അവരവരായി അവർക്ക് നിൽക്കാൻ കഴിയുന്നത്. ഋഷിക്ക് താൻ ഋഷിയാണ് എന്ന ഭാവത്തെ നിലനിർത്താതെ ഋഷിത്വത്തെ അംഗീകരിക്കാൻ പറ്റില്ല. ദേവൻ്റെ ഉള്ളിൽ ഞാൻ ദേവനാണ് എന്ന ഭാവം ഉറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ ദേവനായി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മനുഷ്യരുടെ ഉള്ളിലും ഈ മനുഷ്യഭാവം, ഇങ്ങനെ ഓരോ ജീവൻ്റെ ഉള്ളിലും ജീവഭാവം അതിശക്തമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് ഒരാൾ മോക്ഷം നേടിയാൽ ജ്ഞാനശൂന്യന്മാരായ മറ്റ് ജീവന്മാരും മോക്ഷം നേടും എന്ന് കരുതാൻ നിർവാഹമില്ല. ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗതാഹ ഇത്യാദ്യനേക ശ്രുതി സ്മൃതി വൈയർത്ഥ്യാപത്തേശ്ച. ഇത് ഗീതയിലാണ് പറയുന്നത്. ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗതാഹ. എത്രയോ ജ്ഞാന തപസ്വികൾ അവരുടെ ഹൃദയത്തെ പവിത്രമാക്കി, മനസ്സിനെ ശുദ്ധമാക്കി എന്നെ പ്രാപിച്ചിരിക്കുന്നു. മനസ്സ് ശുദ്ധമായവന് മാത്രമേ ഈശ്വരനെ പ്രാപിക്കാൻ പറ്റൂ. ആ മനസ്സിൻ്റെ ശുദ്ധി കൊണ്ട് നേടുന്നതാണ് ഈ ജ്ഞാനം. അതുകൊണ്ട് ജ്ഞാന തപസ്സിലൂടെ, അതൊരു തപസ്സാണ്. ജ്ഞാന അഭ്യാസം എന്നുള്ളത് ഒരു തപസ്സാണ്. ഞാൻ ആത്മാവാണ്, ഈ പ്രപഞ്ചം ആത്മാവിൻ്റെ പ്രകടനമാണ് എന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു സാധനയോ തപസ്സോ ആണ്. ആ ജ്ഞാന തപസ്സിലൂടെ പവിത്രതയെ പ്രാപിച്ച അനേകം മഹാത്മാക്കൾ എന്നിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരൊക്കെ ബ്രഹ്മഭാവം കൈക്കൊണ്ടിരിക്കുന്നു. അവരുടെ ജീവഭാവത്തെ ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മഭാവത്തിൽ, അതായത് എന്നിൽ അവർ നിലനിൽക്കുന്നു. എന്നിൽ വന്നണഞ്ഞിട്ടുണ്ട് എന്ന് അനേകം ശ്രുതിസ്മൃതി വാക്യങ്ങൾ നിരർത്ഥകങ്ങളായി പോവും. എപ്പോൾ ഒരാൾ മോക്ഷം നേടുമ്പോൾ മറ്റു പലരും അതോടൊപ്പം മോക്ഷം നേടുന്നു എന്ന് കരുതിയാൽ. അതുകൊണ്ട് ശ്രുതിവാക്യങ്ങൾ വ്യർത്ഥങ്ങളാവുകയില്ല, വ്യർത്ഥങ്ങളാകാൻ പാടില്ല. അവയൊക്കെ പരമസത്യങ്ങളാണ്, ഈശ്വരൻ്റെ വാക്കുകളാണ് എന്നുള്ളത് കൊണ്ട് ശാസ്ത്രങ്ങൾ പറയുന്നതൊക്കെ 100% സത്യമാണ്. നചേതാനീന്തന മന്ദാധികാരിണോ ഭാവി ബഹുതര ജന്മ ലഭ്യ മോക്ഷപ്രത്യാശയ സാധനാനുഷ്ഠാനം ന സ്യാത് മമൈകസ്യ അനേക ജീവഭാവേ ക്വചിൻ മോക്ഷേപി ക്വചിത് ബന്ധാനുവൃത്തി അനിവൃത്തി സ്യാദിതി ശങ്കയ
അനിർമോക്ഷ ശങ്ക അനപനയാദിതി വാച്യം. എന്താ പറയുന്നത്? നചേതാനീന്തന മന്ദാധികാരിണ, ഇപ്പോൾ അധികാരികളായിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാണ് മന്ദാധികാരികൾ? ഓ, മോക്ഷം, അതിനൊക്കെ എന്താ എത്ര തിരക്ക്, സമയം കിടക്കുകയല്ലേ, പിന്നെ നോക്കാം എന്ന് വിചാരിച്ച് മടിയന്മാരായി അലസന്മാരായി കഴിയുന്നവർ, അവരെയാണ് മന്ദാധികാരികൾ എന്ന് പറയുന്നത്. മധ്യമാധികാരികൾ, അവർ കുറച്ചുകൂടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. അവർക്ക് ഇല്ല, നമ്മൾ ഇനി ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഈ അധ്യാത്മ ശാസ്ത്രം അധ്യയനം ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, മോക്ഷം നേടേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് വിചാരിക്കുന്നവരാണ് മധ്യമാധികാരികൾ. ഉത്തമാധികാരികളുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം മാറ്റിവെച്ചിട്ട് ഇതാണ് ജീവിതത്തിൽ പരമപ്രധാനം എന്ന് തീരുമാനിച്ച് ഫുൾ ടൈം, പാർട്ട് ടൈം അല്ല, ഫുൾ ടൈം ആത്മവിചാരത്തിന് വേണ്ടി വിനിയോഗിക്കുന്നവരാണ് ഉത്തമാധികാരികൾ. അല്ല, അതിനും മാത്രം സമയമൊന്നും നമ്മുടെ പക്കലില്ല. നമുക്ക് വീട്ടുകാര്യം നോക്കണം, നാട്ടുകാര്യം നോക്കണം, സമൂഹ സേവ ചെയ്യണം. എന്നാൽ പിന്നെ നിങ്ങൾ അതൊക്കെ ചെയ്തിട്ട് പതുക്കെ വന്നാൽ മതി. തന്നെ രക്ഷിക്കുന്നതോ മേലെ, സമൂഹത്തെ രക്ഷിക്കുന്നതോ മേലെ? നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ, സമൂഹത്തെ രക്ഷിക്കാൻ നിങ്ങളല്ലാതെ പലരും ഉണ്ട്. ഈ കാര്യം മനസ്സിലാക്കുന്നില്ല. ഞാൻ നന്നാക്കും, ഞാൻ ഉദ്ധരിക്കും. സുഹൃത്തെ, നിങ്ങളെ ഉദ്ധരിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഭാര്യയോ മകനോ ഭർത്താവോ അച്ഛനോ അമ്മയോ സുഹൃത്തുക്കളോ ആരും ആ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ തന്നെ ഉദ്ധരിക്കുന്ന കാര്യത്തിൽ വേണ്ടേ നമ്മൾ പരമ ശ്രദ്ധാലുക്കളായി വർത്തിക്കേണ്ടത്? മണ്ടന്മാരായതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എന്താ പയ്യൻ സത്സംഗത്തിനൊക്കെ പോകുന്നെന്ന് കേട്ടല്ലോ സാറിൻ്റെ മോൻ, അവൻ എത്ര വയസ്സായി? 25 വയസ്സിൽ ഈ മാർഗത്തിൽ ആരെങ്കിലും പോകുമോ? ഒരു കല്യാണം കഴിച്ച് കുട്ടികളുമായിട്ട് ഒരു കുടുംബം നടത്തി സന്തോഷമായിട്ട് ജീവിതം അടിച്ചു പൊളിച്ച് ആസ്വദിക്കേണ്ട സമയത്ത് സത്സംഗത്തിൽ ചെന്നിരിക്കുകയോ? ഓക്കെ, സാറ് 25 വയസ്സല്ല, 24 വയസ്സിൽ പ്രേമവിവാഹം ചെയ്ത ആളാണ്. ഈ പറയുന്ന ആൾ ജീവിതമൊക്കെ അടിച്ചു പൊളിച്ചു. ഇപ്പോൾ വയസ്സ് 70 72 ആയി. അധ്യാത്മമാർഗത്തിലേക്ക് തിരിഞ്ഞോ? പിന്നെ ഈ പറയുന്നതിൽ എന്തർത്ഥം? 25 വയസ്സിൽ അധ്യാത്മമാർഗത്തെ പിന്തുടരാത്തവൻ 65 75 85 ആ മാർഗത്തിൽ വരില്ല. വളരും പയർ മുളയിലേ തെരിയും എന്നൊരു ചൊല്ലുണ്ട് തമിഴിൽ. വളരും പയർ മുളയിലേ തെരിയും എന്ന് പറഞ്ഞാൽ ഒരു ചെടി വളർന്നു വരുമ്പോൾ തന്നെ അത് എത്ര വലുതാകും, എത്ര വിളവ് അല്ലെങ്കിൽ എന്ത് കാഫലം അതിൽ നിന്നുണ്ടാവും, ആ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നലെ പറഞ്ഞ ഒരു പഴഞ്ചൊല്ല് മാറിപ്പോയി. ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. അതായത് ശരിക്ക് ഉള്ള പഴഞ്ചൊല്ല, പനമരത്തും മേലെ ഇരുന്ന് കീഴെ വിഴുന്ന് പിഴയ്ത്തവനും ഉണ്ട്, പുൽത്തടിക്ക് കീഴെ വിഴുന്ന് ചെത്തുപോനവനും ഉണ്ട്. അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് പനമരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചവരും ഉണ്ടെന്ന്. അങ്ങനെ എത്രയോ പേര് മരിച്ചിട്ടുണ്ട്. അതല്ല, പനമരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണിട്ടും മരിക്കാത്തവരുണ്ട്. ഒരു പുല്ലിൽ, കട്ടപ്പുല്ലെന്ന് നമ്മൾ പറയുമല്ലോ, ഈ പുല്ലിൽ കാല് തട്ടി വീണ് മരിച്ചുപോയ ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് മരണത്തിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. എന്നാൽ ഒരു നിശ്ചിത സമയമുണ്ട്, അതാണ് മരണസമയം. നമ്മുടെ ജീവൻ എപ്പോഴാണോ ശരീരത്തിൽ നിന്ന് വേർപിരിയേണ്ടത് ആ സമയത്ത് കൃത്യമായി വേർപിരിഞ്ഞിരിക്കും.